CPM-ലെ സമീപകാല പ്രവണതകളെ രൂക്ഷമായി വിമർശിച്ച മുൻ ഡിവൈഎഫ്ഐ നേതാവ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തോടടുത്തിരിക്കെ CPM-ലെ സമീപകാല പ്രവണതകളെ രൂക്ഷമായി വിമർശിച്ച് മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസ്. വികസനം എന്ന മുദ്രാവാക്യമുയർത്തി കുടുംബവാഴ്ചയ്ക്കും പാർട്ടി നയങ്ങളുടെ ബലികഴിക്കലിനും അഴിമതിക്ക് മുകളിൽ ന്യായീകരണമറ തീർക്കുകയാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് എന്നതിന് പകരം പിണറായി ഉള്ളതുകൊണ്ടുണ്ടായ വികസനമെന്ന് പ്രചരിപ്പിക്കുകയാണെന്നും മനു തോമസ് ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിക്കുന്നു. എല്ലാ സംഘടനാ രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കും മുകളിൽ വികസനമെന്ന മറകൊണ്ട് മൂടുന്നു. 25-ാമത്തെ വയസ്സിൽ MLA-യും പാർട്ടി ഉയർന്ന നേതാവുമായ ഒരാൾ 82-ാം വയസ്സിലും MLA ആയി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാകുന്നു. പുതിയ തലമുറയെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകാതെ കർമ്മശേഷിയെ മുഴുവൻ അടിമത്തത്തിന്റെ വിലാപങ്ങളിൽ മുക്കിയ നേതാവാണ് പിണറായി വിജയൻ. പിണറായിസ്റ്റ് സ്കൂളിൽ പഠിച്ച ചില പുതിയ തലമുറ നേതാക്കളും ഇതേ ഏകാധിപത്യ സ്വഭാവത്തിന്റെ വക്താക്കളായി പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പൊതുവെ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികൾ എന്നിവരെ തങ്ങളുടെ പൊതുജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രദർശിപ്പിക്കുന്ന രീതി മുമ്പുണ്ടാകാത്തതായിരുന്നു. തികഞ്ഞ വലതുപക്ഷവൽക്കരണത്തിന്റെ ശൈലിയിലേക്ക് CPM മാറിയിരിക്കുന്നു. ക്ലിഫ് ഹൌസിലെ പുതിയ ബന്ധുക്കാരൻ വളരെ വേഗത്തിൽ CPM-ന്റെ രാഷ്ട്രീയ തീരുമാന കേന്ദ്രമായി. ഈ തുടർച്ചയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വമെന്നും മനു തോമസ് മറ്റൊരു കുറിപ്പിൽ വിമർശിക്കുന്നു.